രാത്രിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. As we go to the Word of God, as God gives me grace, I would like to share about the terrible discouragements of many people face. ദൈവദിനത്തിലേക്ക് തിരിയുന്നതിന് മുൻപായി ദൈവം ഇരിക്കുന്നതായ കൃപയ്ക്കൊത്തവണ്ണം നിങ്ങളോട് ഒരു വിഷയം പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് അനേകരും അഭിമുഖീകരിക്കുന്നതായ അതിഭയങ്കരമായ അധൈര്യം എന്ന വിഷയം അത്രേ. Discouragement in life. ജീവിതത്തിലെ അധൈര്യങ്ങൾ, ജീവിത നിരാശകൾ. Recently I read somewhere that a good proportion of suicides are taking place in Kerala. ഈ അടുത്ത കാലത്ത് എനിക്കൊരു റിപ്പോർട്ട് കാണുവാനിടയായി. ഇന്ന് നടക്കുന്നതായ ആത്മഹത്യകളിൽ മുന്തിയ പങ്കും നടക്കുന്നത് കേരള സംസ്ഥാനത്തിലാണ്. Some are committing suicide because of the problem of debt. ചിലർ ആത്മഹത്യ ചെയ്യുന്നതിന് കാരണം കടബാധ്യതയാണ്. Some people are committing suicide because of sickness they cannot bear. മറ്റു ചിലർക്ക് തങ്ങളെ സൗഖ്യമാകാത്തതായ രോഗം നിമിത്തം ആത്മഹത്യയ്ക്ക് ഒരുങ്ങുകയാണ്. Some cases, some particularly women commit suicide because the husbands are unfaithful. മറ്റു ചിലർ ആത്മഹത്യയ്ക്കായിട്ട് ഒരുങ്ങുന്നത് ചില സ്ത്രീകളുടെ ഭർത്താക്കന്മാർ അവിശ്വസ്തരായി തീരുന്നതിനുള്ളതായ വേദന നിമിത്തം. Like that there are so many pains and sorrows and sufferings people go through. They think they can bring an end to that problem by committing suicide. ഇങ്ങനെയുള്ളതായ വേദനകൾ, ദുഃഖങ്ങൾ, കഷ്ടങ്ങൾ, മനപീഡകൾ ഒക്കെയും അഭിമുഖീകരിക്കുമ്പോൾ ഒരു ആത്മഹത്യയിലൂടെ ഇതിനെല്ലാം ഒരു അവസാനം കുറിക്കാമെന്ന് ആളുകൾ വ്യാമോഹിക്കുകയാണ്. Because they think that living is a living hell for them. അവർ ചിന്തിക്കുന്നത് ഈ വിധത്തിൽ ജീവിക്കുന്നെങ്കിൽ ജീവിതം ഒരു നരകമല്ലേ. So why not end that so-called hell and by committing suicide? അങ്ങനെയെങ്കിൽ നരകം എന്ന് വിളിക്കപ്പെടാവുന്ന വിധത്തിലായി തീർന്നിരിക്കുന്ന ഈ ജീവിതത്തെ ആത്മഹത്യ കൊണ്ട് എന്തുകൊണ്ട് ഒരു വിരാമം ഇട്ടുകൂടാ എന്നവർ ചിന്തിച്ചു പോകും. Maybe there may be some people seated here who may be thinking about or planning about suicide. ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ യോഗത്തിലാഗതരായിരിക്കുന്നവർ ചിലരെങ്കിലും ഒരു ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിക്കുകയോ അതേത് വിധമായിരിക്കണമെന്ന് പ്ലാൻ ചെയ്യുകയോ ചെയ്യുന്നവരുണ്ടായിരുന്നേക്കാം. Even it is possible some children of God who knew the Lord in the unguarded moment when the pressures of life weigh them down, they think, I wish I could end up my life. കർത്താവിനെ അറിഞ്ഞവർ ദൈവമക്കളായി തീർന്നവരിൽ ചില ആളുകൾ തന്നെ ജീവിതഭാരം അവരിൽ ആഘാതമേൽപ്പിക്കുമ്പോൾ ഈ ജീവിതം ഒന്ന് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്നുണ്ടായിരുന്നേക്കാം. Perhaps some sort of discouragement in life may be facing maybe at least few of you tonight seated here. ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള ജീവിത നൈരാശ്യം അഭിമുഖീകരിക്കുന്നവരായി ചിലർ ഈ രാത്രിയിൽ ഇവിടെ ഇരിപ്പുണ്ട്. We want to tell you from the Word of God, beloved ones, that is not the solution. That is the worst or most foolish solution to your problem. പ്രിയമുള്ളവരെ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് പറയട്ടെ, ആത്മഹത്യ എന്നതല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മോശമായ, ഏറ്റവും തരം താണതായ ഒരു പ്രതിരോധ മാർഗമാണ്. Discouragement is different from disappointment. അധൈര്യത്തിൽ നിന്ന് ഭിന്നമാണ് നൈരാശ്യമെന്നത്. Disappointment means, say, you went for an exam, you expected to get a very high mark, you couldn't get it, then you say, I'm disappointed about that performance. ഒരു ഉയർന്ന മാർക്ക്, ഒരു നിലവാരം പദവി നിങ്ങൾ പ്രതീക്ഷിച്ചു, അത് കിട്ടാതെ പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് നിമിത്തം ഒരു അധൈര്യം ഉണ്ടായി പോവുകയാണ്. Maybe you are working in the company, after some time your boss says your performance is not good, I am disappointed about your performance. ഒരു കമ്പനിയിൽ നിങ്ങൾ ജോലി ചെയ്യുന്നിരിക്കട്ടെ, നിങ്ങളുടെ ബോസ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് എനിക്ക് തൃപ്തിയില്ല, നിങ്ങളുടെ പ്രവർത്തനം അത്ര അഭികാമ്യമല്ല എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾക്കൊരു അധൈര്യം തോന്നിയേക്കാം. So this disappointment means that failing in the expected hope. That's all. അധൈര്യം എന്നത് നിങ്ങളുടെ പ്രതീക്ഷ നിവർത്തിക്കുന്നതിൽ, കൈവരിക്കുന്നതിൽ നിങ്ങൾക്ക് വരുന്നതായ ഒരു പരാജയം മാത്രമാണ്. But discouragement is not that. It's so deep and it is very serious. നൈരാശ്യം എന്നത് വളരെ ആഴമാർന്ന അനുഭവമാണ്, അത് വളരെ ഗുരുതരമായ ഒരു വിഷയവുമാണ്. Discouragement in life means you feel God has let you down. ജീവിത നൈരാശ്യം എന്നതിന്റെ ഒരു പ്രധാന ലക്ഷണം
ദൈവം എന്നെ കൈവിട്ടു എന്ന് നിങ്ങൾക്കൊരു തോന്നൽ ഉളവാകും. You feel everybody has let you down. അതെ, എല്ലാവരും എന്നെ കൈവിട്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകുകയാണ്. You feel no confidence even in your life. ജീവിതത്തിൽ ആശ്രയത്തിന്, ആശയ്ക്ക് ഒരു വകയുമില്ല എന്ന ഈ നിഗമനത്തിൽ നിങ്ങൾ എത്തിച്ചേരുന്നു. You come to a state you don't have any confidence in him. There is no use in living. അതെ, ജീവിച്ചിട്ട് യാതൊരു അർത്ഥവുമില്ല, ലക്ഷ്യവുമില്ല എന്ന നിലയിൽ നിങ്ങൾ തന്നെയുള്ളതായ ആ വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. You become a burden to yourself. അങ്ങനെ നിങ്ങൾക്ക് തന്നെ ഒരു ഭാരമായി മാറും. You become a burden to others. നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ഭാരമായി തീരും. When you go to bed, you may wish, I wish I don't get up tomorrow morning. ഒരുപക്ഷെ നിങ്ങൾ വൈകുന്നേരം കിടക്കയിലേക്ക് പോകുമ്പോൾ നാളെ നേരം വെളുക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നായിരിക്കാം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ കിടക്കാൻ പോകുന്നത്. Maybe when you get up in the morning you think, oh, again another miserable day to face. നിങ്ങളെ പ്രഭാതത്തിൽ കിടക്കപ്പെട്ട് ഉണരുമ്പോൾ അല്ല, ഒരു ദുരിതപൂർണമായ ഒരു ദിവസം കൂടെ ആയുസ്സിലേക്ക് വന്നല്ലോ എന്ന നിരാശയോടെ ചിന്തിക്കുന്നു. You don't feel like praying. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോലും തോന്നുന്നില്ല. Even if you want to pray, you will sit and idle, you cannot concentrate. നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചാൽ തന്നെയും കേവലം ഒരു പ്രതിമ പോലെ ഇരുന്ന് സമയം പാഴാക്കി കളയും. You don't feel like reading the Bible. വേദപുസ്തകം വായിക്കാൻ പോലും നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും. Even if you happen to read it, that will be the most boring book in the world. അല്ല, വേദപുസ്തകം വായിക്കാൻ നിങ്ങൾ ഇരുന്നാൽ തന്നെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മടുപ്പുളമാക്കുന്ന ഒരു പുസ്തകം പോലെ വേദപുസ്തകങ്ങൾക്ക് അനുഭവപ്പെടുകയാണ്. Discouragement make you a liability, not an asset. നൈരാശ്യമെന്നത് നിങ്ങളുടെ ജീവിതത്തെ ഒരു നേട്ടമായിട്ടല്ല, പിന്നെയോ നിങ്ങളുടെ ജീവിതത്തെ ഒരു ബാധ്യതയാക്കി മാറ്റുകയാണ്. Tonight, if there is anyone in that state, there is a beautiful way out of that discouragement in life. ഈ രാത്രിയിൽ ആരെങ്കിലും ഈ അവസരം ഒന്ന് ചേർന്നിട്ടുണ്ടെന്ന് വരികിൽ നിങ്ങളുടെ നൈരാശ്യപൂർണമായ ജീവിതത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ഒരു വിശേഷിക്കപ്പെട്ട മാർഗമുണ്ട്. Most of the people who have committed suicide, most of the people, the reason could be discouragement in life. ആത്മഹത്യത്തിലുള്ളതായ ആളുകളുടെ സ്ഥിതി വരെ കണക്കെടുത്താൽ അതിൽ ഭൂരിപക്ഷം പേരും ആത്മഹത്യ ചെയ്തത് ജീവിത നൈരാശ്യമെന്ന കാരണത്താണ്. Why tonight I am urged to preach about it? പ്രിയരെ, ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ഈ വിഷയം സംസാരിക്കാനായി എനിക്ക് പ്രേരണ ഉണ്ടായത് എന്തുകൊണ്ടാണോ? 48 years ago, I was going to take poison and commit suicide. ഏറെക്കുറെ 48 വർഷങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്യുവാൻ ഒരു തീരുമാനത്തോടുകൂടെ വിഷം കയ്യിലെടുത്തൊരു വ്യക്തിയാകുന്നു ഞാൻ. That time I did not know Jesus. അന്ന് ഞാൻ യേശുവിനെ അറിഞ്ഞൊരു വ്യക്തിയായിരുന്നില്ല. I could not find any hope or joy in the world. ഈ ലോകത്തിൽ ഏതെങ്കിലും ആശയ്ക്കും സന്തോഷത്തിന് വക എനിക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. Jesus came into my life. യേശു എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. He turned the bitter sweet for me. അവൻ എന്റെ ജീവിതത്തിന്റെ കയ്പിനെ മധുരമാക്കി മാറ്റി. God does not want you to die in discouragement. God does not want you to live in discouragement. നിങ്ങൾ നൈരാശ്യത്തോടെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ നൈരാശ്യമായി നിങ്ങൾ ജീവിതം തുടരണമെന്നും ദൈവം താല്പര്യപ്പെടുന്നില്ല. One of the worst weapons of the devil is discouragement. സാത്താന് കയ്യിലുള്ള ആയുധങ്ങളിൽ ഏറ്റവും മോശമായ അല്ലെങ്കിൽ അവന് ഫലപ്രദമായി ഉപയോഗിക്കുന്നതായ ആയുധം നൈരാശ്യമാണ്. And when the discouragement deepens, then the serious thoughts come. Kill yourself, kill yourself, kill yourself. നൈരാശ്യത്തിന്റെ ആഴത്തിലേക്ക് മാറിക്കഴിയുമ്പോൾ നിങ്ങളോട് തന്നെ ഒരു ശബ്ദം കേൾക്കുന്നതായി തോന്നും, നീ നിന്നെ തന്നെ കൊലപ്പെടുത്തുക എന്ന്. If you are a child of God, I want to tell you, the Bible says, if you love death, you hate Jesus. നിങ്ങളൊരു ദൈവവൈതലാകുന്ന വരികിൽ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ മരണത്തെ ഇച്ഛിക്കുന്നു വരികിൽ യേശുവിനെ സ്നേഹിക്കാത്ത വ്യക്തിയാണ്. You hate Jesus if you love death. നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ യേശുവിനെ വെറുക്കുന്ന വ്യക്തിയാണ്. The Bible says, if you are a child of God, if you think, I wish I could die, I wish I die soon, that means you don't love Jesus anymore. Bible says you are hating Jesus. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ മരണത്തെ ഇച്ഛിക്കുകയാണ്. എനിക്ക് മനുഷ്യങ്ങൾ കൊള്ളാമായിരുന്നു, എന്റെ മരണം വേഗത്തിൽ വന്നുകൾ കൊള്ളാമായിരുന്നു ചിന്തിക്കുന്നവരെങ്കിൽ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നില്ല, നിങ്ങൾ യേശുവിനെ വെറുക്കുന്ന വ്യക്തി തന്നെയാണ്. Proverbs 8:36 says, all those who hate me
love death. സദൃശ്യവാക്യങ്ങൾ 8-36 നാം ഇങ്ങനെ കാണുന്നു, എന്നോട് പിഴയ്ക്കുന്നവനോ, only read that. All those who hate me love death. എന്നെ ദ്വേഷിക്കുന്നവർ, വെറുക്കുന്നവർ മരണത്തെ ആഗ്രഹിക്കുന്നു. If you ever thought of that very thought of, I wish I could die soon, that shows you hate Jesus. ഞാൻ വേഗത്തിൽ മരിച്ചിരുന്നു എന്ന് കൊള്ളാമായിരുന്നു നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെന്ന് വരികില് നിങ്ങൾ യേശുവിനെ വെറുക്കുന്നവരാകുന്നു എന്ന് തിരുവെടുത്ത് പറയുന്നു. You may not have known that. Ignorantly you might have hated Jesus. നിങ്ങൾ അറിയാതെ തന്നെ ഇല്ലാതെ തന്നെ നിങ്ങൾ ഈ വിധമായ യേശുവിനെ വെറുക്കുന്നവരായി മാറിപ്പോയിരിക്കാം. Now deep down, what is the reason people get discouragement in life? ജീവിതത്തിൽ ജനങ്ങൾ നിരാശയുള്ളവരായി തീരുന്നതിന് കാരണമായ ആഴമായ കാരണം എന്താണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. What is the root cause? അതിന്റെ മൂല കാരണം എന്താണ്? It is not your money problem. നിങ്ങളുടെ പണസംബന്ധമായ പ്രശ്നമല്ല. It is not your health problem. ഇത് നിങ്ങളുടെ ആരോഗ്യസംബന്ധമായ പ്രശ്നവുമല്ല. It is not your family problem. അത് നിങ്ങളുടെ കുടുംബസംബന്ധമായ പ്രശ്നവുമല്ല. It is not your problem at work. അത് നിങ്ങളുടെ ഉദ്യോഗസംബന്ധമായ പ്രശ്നവുമല്ല. It is not the problem at worship place. ഇത് ആരാധനാ സ്ഥലത്തെ പ്രശ്നവുമല്ല. It is not the problem with your in-laws. നിങ്ങളുടെ അയൽവാസികളുമായിട്ടുള്ളതായ പ്രശ്നവുമല്ല. In-laws. Your father-in-law, mother-in-law, brother-in-law. നിങ്ങളുടെ ബന്ധുക്കളുമായിട്ടുള്ളതായ പ്രശ്നമല്ല. May I tell you, beloved ones, what is the root cause of your discouragement in life? നിങ്ങളുടെ ജീവിതത്തിലെ ജീവിത നിരാശയുടെ കാര്യം. നിങ്ങളുടെ ജീവിത നൈരാശ്യത്തിന്റെ പ്രധാന കാരണത്തെക്കുറിച്ച് നിങ്ങളോട് പറയട്ടെ. The root cause of discouragement in life is because the feeling has already come to your heart, God does not care for me. ജീവിത നൈരാശ്യത്തിന്റെ മൂല കാരണം നിങ്ങളുള്ളിലേക്ക് വരുന്ന ഒരു ചിന്തയാണ്. ആ ചിന്ത എന്താണ്? ദൈവം എന്നെ God does not care for me. ദൈവം എന്നെ കുറിച്ച് കരുതുന്നില്ല. ദൈവം എനിക്കായി കരുതുന്നില്ല. If God cares, why all these problems? ദൈവം എനിക്ക് വേണ്ടി കരുതുന്നവരാണെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് പ്രശ്നങ്ങളെല്ലാം വരുന്നത്? If God is caring, why my sickness is not healed? ദൈവം എനിക്ക് വേണ്ടി കരുതുന്നു എന്ന് വരികിൽ എന്തുകൊണ്ട് എന്റെ രോഗം സൗഖ്യമാകുന്നില്ല? If God is caring, why that prayer I prayed night and day with tears, why God doesn't answer my ദൈവം prayer? എനിക്കായി കരുതുന്നവനാണെന്ന് വരികിൽ രാവും പകലും കണ്ണുനീരൊഴുക്കി ഞാൻ പ്രാർത്ഥിച്ചിട്ടും ആ പ്രാർത്ഥനയ്ക്ക് ദൈവം എന്തുകൊണ്ട് ഉത്തരം തരുന്നില്ല? If God is such a caring God, why did God give such a wicked husband for me? ദൈവം അത്ര കരുതുന്ന ഒരു വ്യക്തിയാവുന്ന വരികിൽ ഇത്ര ദുഷ്ടനായ ഒരു ഭർത്താവിനെ ദൈവം എന്തിനെനിക്ക് തന്നു? Why did God give such a wife or children or this and that? അതെ, ദൈവം കരുതുന്നതാണെങ്കിൽ ഇങ്ങനെയുള്ളതായ ഭാര്യയെ ഇതിലുള്ള മക്കളെ ദൈവം എനിക്ക് എന്തിനു തന്നു? If God is caring for me, why all my sufferings? ദൈവം എനിക്ക് വേണ്ടി കരുതുന്നവനാണെങ്കിൽ എന്തിന് ഞാൻ ഈ കഷ്ടമെല്ലാം അനുഭവിക്കണം? I don't have any peace of mind. എന്റെ മനസ്സിൽ ഒരു സമാധാനവുമില്ലല്ലോ. What is the use of going to church? God doesn't answer my prayer anyway. ഞാൻ എന്തിനും പള്ളിയിലേക്കും ആരാധനസ്ഥലത്തേക്ക് പോകണം? ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നില്ല. ദൈവം എനിക്കൊരു ശത്രുവിനെ പോലെയല്ല എനിക്ക് തോന്നുന്നത്. Why? I have been giving tithes and offerings. What is the use? Always I have financial problem. എനിക്ക് എപ്പോഴും സാമ്പത്തിക പ്രശ്നങ്ങൾ, കടബാധ്യത ഉള്ളപ്പോൾ പിന്നെ ഞാൻ ദൈവത്തിന് എന്തിനും വഴിപാടും ദശാംശവും കൊടുക്കണം. Better stop giving to God. ദൈവത്തിന് കൊടുക്കുന്നത് നിർത്തുന്നതാണ് നല്ലത്. God didn't do anything good for me. ദൈവം എനിക്ക് വേണ്ടി എത്രയോ നന്മകൾ ചെയ്തിരിക്കാം. God didn't do any good thing for me. ദൈവം എനിക്ക് വേണ്ടി ഒരു നന്മയും ചെയ്തിട്ടില്ല. Look at others, they don't have all the problem I am facing. എന്നാൽ ഇതാ മറ്റുള്ളവരെ നോക്കുക, എനിക്ക് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നവും അവർക്കില്ലല്ലോ. Look at their families, their faces are smiling and happy and peaceful, but I have a miserable family. ഇനി വ്യക്തികളുടെ കുടുംബജീവിതം നോക്കിയാണ് അവിടെ മുഖത്തിനത്ര സന്തോഷവും പ്രസാദവും ആണെന്നൊക്കെയാണ്. എന്നാൽ എന്റെ കുടുംബമോ ദുരിതപൂർണമായ ഒരു കുടുംബജീവിതം. Deep down, the discouragement in life is because devil already put in your heart, God does not care for me anymore. ജീവിത നൈരാശ്യത്തിന്റെ മൂല കാരണം എന്താണെന്ന് പറയട്ടെ. പിശാച് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇവരുമായി ഒരു ആലോചന കൊണ്ടുവന്നിരിക്കുന്നു. അതെന്താണത്? ദൈവം എനിക്ക് വേണ്ടി കരുതുന്നില്ല എന്നുള്ളതായ ചിന്ത. When you read the Bible, you know what are the first words recorded in the Bible? വേദപുസ്തകത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ ആദ്യത്തെ വചനം എന്താണെന്ന് അറിയാമോ? What are the words
the devil spoke recorded in the Bible. പിശാച് പറഞ്ഞതായിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ ആദ്യം രേഖപ്പെടുത്തിയിരിക്കുന്നതായ ഭാഗം എന്താണെന്ന് അറിയാമോ? First two words of that old serpent written in the Bible. പഴയ പാമ്പ് സംസാരിച്ചതായിട്ട് വേദപുസ്തകത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന വാചകം എന്താണ്? That old serpent went to Eve. ആ പഴയ സർപ്പം ഹൗവയെ സമീപിച്ചു. Devil wanted to put doubt in that woman. ആ സ്ത്രീയുടെ ഹൃദയത്തിൽ സംശയം ഉളപ്പിക്കുവാൻ പിശാച് ഉദ്ദേശിച്ചു. What doubt? എങ്ങനെയുള്ള സംശയമാണ്? Doubt about the love and care of God. ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചും കരുതലെക്കുറിച്ചുള്ളതായ സംശയം. The devil went to that woman. പിശാച് ആ സ്ത്രീയുടെ അടുക്കിലേക്ക് ചെന്നു. By the way, that time that word, the serpent written there, now they are, but the saints say the appearance of the snake before man fell into sin was beautiful. വേദപുസ്തകം പഠിച്ചിട്ടുള്ളതായ പല വിശുദ്ധന്മാർ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, മനുഷ്യന് വീഴ്ച ഭവിക്കുന്നതിന് മുൻപ് ഈ പാമ്പിന്റെ രൂപം വളരെ ആകർഷകമായ വളരെ വശ്യമായ രൂപമായിരുന്നു പോലും. Even now also we can see some multicolored shining color snakes. ഇന്നും പല നിറങ്ങൾ, മിന്നിത്തിളങ്ങുന്ന നിറങ്ങളുള്ള കണ്ടാൽ നമുക്ക് കൗതുകം തോന്നുന്നതായ പാമ്പുകളുണ്ട്. That old serpent went to the woman. ആ പഴയ പാമ്പ് സ്ത്രീയെ സമീപിച്ചു. The devil wanted to inject poison of doubt in Eve's mind. പിശാച് സംശയത്തിന്റെ വിഷം ഈ ഹൗവയുടെ മനസ്സിൽ കുത്തിവയ്ക്കുവാൻ തീരുമാനിച്ചിരുന്നു. First two words the devil spoke, written in the Bible, Genesis 3:1. Yea, had God said that you should not eat of the fruit of the tree of the good and evil in the midst of the garden? പിശാച് പറഞ്ഞതായിട്ട് വേദപുസ്തകത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന വാചകം ഇതാണ്. അത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം. ഈ വൃക്ഷങ്ങൾ, ഈ തോട്ടത്തിൽ നടുവിലുള്ള വൃക്ഷങ്ങളുടെ ഫലം തിന്നരുതെന്ന് ദൈവം നിങ്ങളോട് വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? യഹോവയാകുന്ന എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. Now the serpent was more subtle than any beast of the field which the Lord God had made, and he said unto the woman, Yea, hath God said, Ye shall not eat of every tree of the garden? Devil knew how to put doubt in the mind of the woman. ഈ സ്ത്രീയുടെ മനസ്സിൽ എങ്ങനെ സംശയവിത്ത് മുളപ്പിക്കാമെന്ന് പിശാചിന് നന്നായി അറിയാമായിരുന്നു. If God is a caring God for you, ദൈവം നിങ്ങൾ ഇതിനെക്കുറിച്ച് കരുതുന്ന ഒരു ദൈവമാകുന്നത് വരികിൽ, that tree that is in the midst of the garden, not in the side, തോട്ടത്തിന്റെ അരികിലുള്ളതായ വൃക്ഷമല്ല, തോട്ടത്തിന് നടുവിൽ നിൽക്കുന്നതായ വൃക്ഷം, and that tree to make you wise in life. ആ വൃക്ഷത്തിന്റെ ഫലമോ തിന്നുന്നവരെ വളരെ ജ്ഞാനികളാക്കി തീർക്കുവാൻ തക്കതായ ഫലമാണ് താനും. If God is a caring God, ദൈവം കരുതുന്നവരെ ദൈവമാകുന്നത് വരികിൽ, will God say you should not eat the fruit of the tree that is in the midst of the garden? ഈ തോട്ടത്തിന് നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ആ ദൈവം തന്നെ കൽപ്പിക്കുമോ? Now look at that. Fruit is ripe. നോക്കുക, ഇപ്പോൾ ആ ഫലത്തെ കാണുക. If that fruit is ripe, ആ ഫലം പഴുത്ത ഭാഗമായി നിൽക്കുന്നത് നോക്കുക. it will remain there, it will fall down, only the beast will eat it. അതെ, അത് പറിക്കാതെ അങ്ങനെ മരത്തിൽ നിർത്തിയിരുന്നാൽ താമസവിനാ താഴെ വീഴുകയും വന്ന മൃഗങ്ങളും തിന്നുകളയും ചെയ്യുകയല്ലേ ഉള്ളൂ. If God loved me, will God say, don't eat that beautiful fruit? ദൈവം എന്നെ സ്നേഹിക്കുന്നുള്ള വാസ്തവമാണെങ്കിൽ ഇത്ര വിശേഷിക്കപ്പെട്ടതായ ഫലം തിന്നരുതെന്ന് ദൈവം പറയുമോ? God does not care. ദൈവം എന്നെക്കുറിച്ച് കരുതലുള്ളവനല്ല. If God cares, why should God forbid me from eating the fruit of the tree that is in the midst of the garden? ദൈവം കരുതലുള്ളവനാണെങ്കിൽ തോട്ടത്തിന് നടുവിലുള്ളതായ വൃക്ഷത്തിന് ഫലം തിന്നരുതെന്ന് ദൈവം എന്തുകൊണ്ട് എന്നെ വിലക്കി? She fell in the trap of the devil. പിശാചിന്റെ കെണിയിൽ ആ സ്ത്രീ വീണുപോയി. When she ate that fruit, അവൾ ആ വൃക്ഷഫലം തിന്നപ്പോൾ God is a liar. ദൈവം പോഷ്കു പറയുന്നവരാക്കി മാറ്റി. God told that the day you eat that fruit you will die. ആ വൃക്ഷത്തിന് ഫലം തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്ന് യഹോവ അരുളി ചെയ്തിരുന്നു. Now I know God is a liar, devil is true. ഇത് തിന്നപ്പോഴല്ലേ മനസ്സിലായത് ദൈവമാണ്
മോഷ്ക്ക് പറഞ്ഞത്, പിശാച് പറഞ്ഞതാണ് സത്യം. She took another fruit അവൾ അതിനുശേഷം അടുത്ത ഫലം കൂടെ പറിച്ചു നിന്നു. and gave to Adam. അത് കൊണ്ടുപോയി ആദാമിന് കൊടുത്തു. Perhaps he might have told, God told that if you eat that fruit, the day you will die. ആ വൃക്ഷഫലം തിന്നുന്നാളിൽ മരിക്കുമെന്ന് ദൈവം കൽപ്പിച്ചിരുന്നില്ലേ എന്ന് ആദാം ചോദിച്ചിരിക്കാൻ സാധ്യതയില്ല. No. Woman might have told Adam, God that day told that the day you eat that fruit you will die. അതവരോട് സ്ത്രീ ചോദിച്ചിരിക്കാം, ആ തോട്ടത്തിൽ നന്നുള്ള വൃക്ഷത്തിനുള്ള തിന്നുന്നാളിൽ നിന്ന് മരിക്കുന്ന യഹോവ പറഞ്ഞിരുന്നില്ലേ? God is a liar. ഇപ്പോൾ നോക്കുക, ദൈവം മോഷ്ക്ക് പറഞ്ഞവനാണ്. I tested it. ഞാൻ പരീക്ഷിച്ചവനാണ്. I ate that fruit. ഞാൻ അതേ വൃക്ഷഫലം തിന്നു നോക്കി. I didn't die. നോക്കുക, എനിക്ക് മരണമൊന്നും സംഭവിച്ചില്ലല്ലോ. Something happened in me. അതെ, എന്നിൽ എന്തോ ഒരു വിശേഷകാര്യം നടന്നിരിക്കുന്നു. You also eat it. അയാൾ നിങ്ങളൊന്ന് തിന്നുക. He also ate and he didn't die. അതെ, he did not die. അവൻ തിന്നു, അവനും മരിച്ചില്ല. Now we know devil is caring for us. ഇപ്പോഴാണ് മനസ്സിലായത്, ദൈവമല്ല പിശാചിനാണ് ഞങ്ങളോട് ഏറെ കരുതൽ. The devil is loving us. അതെ, പിശാചാണ് ഏറെ നിങ്ങളെ God സ്നേഹിക്കുന്നത്. is a liar. ദൈവം മോഷ്ക്ക് പറയുന്നത്. God doesn't care for us. ദൈവത്തിന് ഞങ്ങളോട് ഒരു കരുതലുമില്ല. But the devil is caring for us. വാസ്തവത്തിൽ പിശാചിനാണ് ഞങ്ങളോട് വളരെ കരുതലുള്ളത്. We need to eat and enjoy it. നമുക്കിത് വേണ്ടവത്ര തിന്നങ്ങ് ആസ്വദിക്കാം. So that is the weapon of the devil. ഇതാണ് പിശാചിന്റെ തന്ത്രം, അവൻ ഒരുക്കുന്ന കെണി. The devil wanted to put the injection poison into your spirit. God does not care. അത് ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നില്ല എന്നുള്ളതായ ആ വിഷചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കുത്തിവെക്കുവാൻ പിശാച് ശ്രമിക്കുകയാണ്. Perhaps there may be Eve and Adam here also. There may be some Adams and Eves here too. അതെ, ഇവിടെയും ഇതുപോലെ ചില ആദാമാരും ഹവ്വമാരും ഇരിക്കുന്നുണ്ടായിരിക്കാം. That is true. God told that day you will die, but man didn't die. അതെ, ആ വൃക്ഷഫലം തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് യഹോവ അരുളിച്ചത് അന്ന് അവർ മരിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവർ ഇവിടെ ഉണ്ടാകാം. I don't ask you to raise the hand. ഇവിടെയുള്ള ആദാമാരും ഹവ്വമാരോട് കൈയുയർത്താൻ ഞാൻ ആവശ്യപ്പെടുന്നില്ല. Yes, man did die that day. അതെ, മനുഷ്യൻ ആ നാളിൽ മരിച്ചു, അത് വാസ്തവമാണ്. God says, for God 1 day is 1,000 years, 1,000 years as 1 day. ദൈവത്തിന് 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഒരു ദിവസം 1000 സംവത്സരം പോലെയുമാണ്. So man did not live for 1,000 years. മനുഷ്യൻ 1000 വർഷം തികച്ചു ജീവിച്ചിരുന്നില്ല. He only less than little over maybe 913 years. അവൻ 930 വർഷങ്ങളോളം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. He did not live 1 day. ചുരുക്കത്തിൽ അവൻ ഒരു ദിവസം തികച്ചു ജീവിച്ചിരുന്നില്ല. God is the word of God, that was very true. അതെ, ദൈവത്തിന് വചനം അതേപടി സത്യം തന്നെയാണ്. What we want to come tonight to tell you is this. What we want to emphasize tonight is this. ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ഊന്നി പറയുവാൻ നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് എന്തെന്നാൽ, in your spirit, when it comes, God cares for me. ദൈവം എനിക്ക് വേണ്ടി കരുതുന്നില്ല എന്ന് കരുതും. When in your spirit comes, God does care for me. ദൈവം എനിക്ക് വേണ്ടി കരുതുന്നു എന്നുള്ളതായ ചിന്തയിലേക്ക് ആത്മാവ് എത്തിച്ചേരുമ്പോൾ, then the devil cannot stand a billion miles away from you. പിശാച് നിങ്ങളുടെ അടുക്കലങ്ങ് നിൽക്കാൻ കഴിയില്ല. ലക്ഷക്കണക്കിന് ദൂരേക്ക് അവൻ ഓടിക്കളയും. All the trials and problems, one reason is that devil wanted to show you that God does not care. നിങ്ങളുടെ സകല പരീക്ഷകളെയും ശോധനകളെയും പ്രധാന കാരണം ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു എന്നുള്ളതായ ചിന്ത പിശാചിനെ ഉളവാക്കുന്നത് കൊണ്ടാണ്. Then you may say, why the problems are there in life? അപ്പോൾ നിങ്ങൾ ചോദ്യം ചോദിക്കാം, അങ്ങനെ ദൈവം കരുതുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ? Let me tell you in short. ചുരുക്കമായി പറയട്ടെ, Every problem that God permits in your life and in my life is with one purpose, to make us more like Jesus. നിങ്ങളുടെയും എന്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ഓരോ പ്രശ്നങ്ങളെയും ഉദ്ദേശം നിങ്ങളെ എന്നെയും കൂടുതൽ യേശുവിനെ പോലെ ആക്കുക എന്നുള്ളതത്രേ. The patience and the perseverance and the purity and the humility of Christ can only come through trials and problems in life. ജീവിതത്തിലെ പ്രശ്നങ്ങളും ശോധനകളും മാത്രമേ യേശുവിനുള്ളതായ ആ ക്ഷമയും ആ സൗമ്യതയും ആ ദീർഘക്ഷമയും നമ്മുടെ ജീവിതത്തിൽ ഉളവാക്കുകയുള്ളൂ. Then you may ask a question. നിങ്ങളൊരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. God is a loving God. ദൈവം സ്നേഹവാനായ ദൈവമാകുന്നു എങ്കിൽ why God has to allow problems and trials
to change my character. എന്റെ സ്വഭാവം മാറ്റേണ്ടതിന് ദൈവം ഈ പ്രശ്നങ്ങളും ശോധനകളും പരീക്ഷകളും തന്നെ അനുവദിക്കണമെന്നുണ്ടോ? Why the pain and sufferings and sorrows in my life? Without that, can God change my character? അതെ, എന്റെ ജീവിതത്തിൽ വേദനകളും കഷ്ടതകളും പ്രതികൂലങ്ങളും അനുവദിച്ചിട്ട് വേണോ എന്റെ സ്വഭാവത്തെ ദൈവത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ? Please listen, dear child of God. പ്രിയ ദൈവങ്ങളെ, ദയവായി ശ്രദ്ധിക്കുക. A loving heavenly Father did not want us to have sickness, sufferings, sorrows, tears in our life at all to change our character. സ്വർഗത്തിലെ സ്നേഹവാനായ പിതാവ് നമ്മുടെ സ്വഭാവത്തെ മാറ്റിയെടുക്കേണ്ടതിന് രോഗമോ പ്രശ്നങ്ങളോ വേദനകളോ ഒന്നും തരുവാൻ ഉദ്ദേശിക്കുന്നതേയില്ല. God's plan and creation was to make man perfect without sufferings, without sorrows, without sickness, without pain. ദൈവസൃഷ്ടിയിലുള്ളതായ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ രോഗവും വേദനയും കഷ്ടതയും ഒന്നുമില്ലാത്തവനായിരിക്കണം എന്നുള്ളത്. God's plan in the Garden of Eden that man may grow to the very likeness and image of God. ഏതൻ തോട്ടത്തിൽ തന്നെയും മനുഷ്യനോടുണ്ടായ ദൈവത്തിന്റെ ആ പദ്ധതി മനുഷ്യൻ ദൈവത്തിന്റെ അതേ സാദൃശ്യ സ്വരൂപത്തിലും വളർന്ന പൂർണ്ണനായി തീരണമെന്നായിരുന്നു. Man rebelled against God and sinned against God. എന്നാലോ മനുഷ്യൻ ദൈവത്തോട് മത്സരിച്ചു, മനുഷ്യനിൽ പാപം പ്രവേശിച്ചു, ദൈവത്തോട് അവൻ പാപം ചെയ്തു. Also his sin sufferings came. പാപം നിമിത്തമായിട്ടത്രേ കഷ്ടത മാനവജാതിയിലേക്ക് പ്രവേശിച്ചത്. Suppose in Kerala we hear so many people in Kerala are dying of motor accident, road accidents. വിശേഷിയായി കേരള സംസ്ഥാനത്തിൽ റോഡ് അപകടങ്ങളിലൂടെ വാഹന അപകടങ്ങളിലൂടെ അനേകരും മരണമടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Can you go and tell the transport minister why you are allowing all these accidents and deaths and injuries? നിങ്ങൾ ആരെങ്കിലും ഇവിടുത്തെ ഗതാഗത മന്ത്രിയെ സമീപിച്ചിട്ട് ഈ സംസ്ഥാനത്ത് ഇത്രയേറെ അപകടങ്ങളൊക്കെ നിങ്ങൾ എന്തിനാണ് അനുവദിച്ചത് എന്ന് നിങ്ങൾ ചോദിക്കുമോ? What would the transport minister will say? അങ്ങനെയെങ്കിൽ ഗതാഗത മന്ത്രിയുടെ ഉത്തരവെന്തായിരിക്കും? Sir, we have given beautiful laws for the road. സാർ, ഈ റോഡിൽ കൂടെ വാഹനം ഓടിക്കുവാൻ സഞ്ചരിക്കത്തപ്പോൾ ഞങ്ങൾ വളരെ വിശേഷമായ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. We have already given the laws about the speed in different places, we have already put up some signposts wherever sharp turn and so many signposts we have put. വാഹനങ്ങൾ ഇത്ര സ്പീഡിൽ ഓടിക്കണമെന്നും ഇതിന് സ്ഥലങ്ങളിൽ അപകടകരമായ വളവുണ്ടെന്നും ഇതിന് സ്ഥലങ്ങൾ അപകടം കൂടിയ മേഖലയാണെന്നൊക്കെ ഞങ്ങൾ അടയാളമായിട്ട് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. But people break the law and meet with accidents. എന്നാൽ ജനങ്ങൾ നിയമം ലംഘിക്കുന്നു. ഞങ്ങൾ ഈ വിഷയത്തിൽ സഹായരാണ്. This is what God can share with us. പ്രിയരെ, ദൈവത്തോട് നമ്മൾ ഈ വിധമായ ചോദ്യങ്ങൾ ചോദിച്ചാൽ ദൈവത്തിന് നമ്മോട് പറയാൻ ഇതേ ഉണ്ടായിരിക്കുകയുള്ളൂ. I ask the mothers, well before your baby is born, so many things you prepare for the baby. അമ്മമാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊരു കുട്ടി ജനിക്കുന്നതിന് മുൻപേ തന്നെ ജനിപ്പാനിരിക്കുന്ന കുട്ടിക്ക് വേണ്ടി നിങ്ങൾ എത്രയോ കാര്യങ്ങൾ ഒരുക്കി വയ്ക്കാറുണ്ട്. That is what our caring, loving God had done for us. അതുപോലെയാണ് സ്നേഹവാനായ കരുതുന്നവനായ സ്വർഗത്തിലെ ദൈവം നമുക്കായും ചെയ്തിരിക്കുന്നത്. All the best that was needed for man, God created in 6 days. മനുഷ്യനാവശ്യമായ ഏറ്റവും മെച്ചപ്പെട്ട സകല സംഗതികളും ആദ്യത്തെ 6 ദിവസങ്ങളിൽ ദൈവം സൃഷ്ടിച്ചു തീർത്തു. Everything for him to eat, ഭക്ഷിപ്പാൻ ആവശ്യമായ വിശേഷിക്കപ്പെട്ടതെല്ലാം, glorious clothes to be worn, അത് ധരിപ്പാനായിട്ട് വളരെ വിശേഷമേറിയതായ വസ്ത്രം, that was needed for man, first God created. മനുഷ്യന് ആവശ്യമായി ഒക്കെ ദൈവം മുമ്പേ സൃഷ്ടിച്ചു. Afterwards, only finally, even the 6th day, at last, God created man to show here everything is provided. അതിന് ശേഷമായിട്ടാണ് 6-ാം ദിവസത്തിൽ ഏറ്റവും ഒടുവിലത്തെ സൃഷ്ടിയായി മനുഷ്യനെ സൃഷ്ടിക്കുകയും അവരുടെ പ്രകമായി പറഞ്ഞതുപോലെ ഇതാ നിനക്ക് വേണ്ടതെല്ലാം സൃഷ്ടിച്ച് കരുതി വെച്ചിരിക്കുന്നു. God wanted to show man, I care for you. ഞാൻ നിനക്ക് വേണ്ടി കരുതുന്നുവെന്ന് മനുഷ്യനെ കാണിപ്പാനായി ദൈവം ആഗ്രഹിച്ചതുപോലെ In the word of God says, God created man, little less than God himself, and crowned him with glory and honor. നിലപെടുത്ത ഇങ്ങനെ പറയുന്നു, ദൈവം മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി
അവനെ തേജസ്സും ബഹുമാനവും അണിയിച്ചു. But our translations in the Bible is written wrong. എന്നാൽ നമ്മുടെ ചില പരിഭാഷകളിൽ തെറ്റായിട്ടാണ് കാണുന്നത്. English and Malayalam also wrong. ഇംഗ്ലീഷിലും മലയാളത്തിലും അത് തെറ്റായിട്ട് തന്നെയാണ്. 8:5. എട്ടാം സങ്കീർത്തനം 5-ാം വാക്യം. നീ അവനെ ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി ദൈവത്തേക്കാൾ Malayalam is correct. English? For thou hast made him a little lower than the angels. English is wrong, Malayalam is correct. ഇംഗ്ലീഷിലെ പരിഭാഷ തെറ്റാണ്, മലയാളത്തിലാണ് ഏറെ ശരി. Thou hast made man little lower than Jehovah God himself. നീ മനുഷ്യനെ യഹോവയായ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിച്ചു. If our spiritual eyes are open to know our God is such a caring, loving, gracious God we have. നമുക്കുള്ളതായ ദൈവം അത്ര സ്നേഹവാനായ, കരുതുന്നവനായ, കൃപാലുവായ ദൈവമാണെന്ന് കാണേണ്ടതിന് ആത്മീയ ദൃഷ്ടി ഒന്ന് പ്രകാശിച്ചിരുന്നെങ്കിൽ our puny little mind cannot understand the great sovereign love of God. നമ്മുടെ ദൈവത്തിന്റെ ആ പ്രകൃതിപരമായ സ്നേഹത്തെ കരുതലെയും കാണുവാൻ നമ്മുടെ ഈ ബാഹ്യ ദൃഷ്ടി തുറക്കപ്പെടുന്നില്ല. If you being a mother of your child, if you see suddenly your child is looking at the golden flame of the oven and trying to catch that something appears to be gold, what will you do? നിങ്ങളൊരു കുഞ്ഞിനെ മാതാവാണെന്നുവരികിൽ നിങ്ങൾക്കിത് നോക്കുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞ് ഒരു തീനാളത്തിലേക്ക് അടുത്തിയെന്ന് ആ തീനാളം ഒരു സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയതായ തെറ്റിദ്ധാരണയെ അതിന് പിടിക്കുവാനായി കൈയോങ്ങുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? The child is almost touching the fire. ആ ശിശുവിന്റെ കൈ ഏറെക്കുറെ തീനാളത്തെ തൊട്ടതിനോളം ആയിക്കഴിഞ്ഞു. You will rush into the child. നിങ്ങൾ ആ കുഞ്ഞിന്റെ അടുത്തേക്ക് പാഞ്ഞെത്തും. Maybe give a small smack and snatch away the child from the fire. ആ നീട്ടപ്പെട്ടതായ കുഞ്ഞിന്റെ കയ്യില് ഒരു അടി കൊടുത്ത് വേഗത്തിൽ ആ ജ്വാലയിൽ നിന്ന് കുഞ്ഞിനെ വലിച്ചു മാറ്റും. And the child what will do? ആ ശിശു എന്ത് ചെയ്യും? I have seen some 6 months old child getting angry, pulling the hair of the mother. കേവലം 6 മാസം പ്രായമുള്ള ചില ശിശുക്കൾ പോലും അമ്മമാർ കോപിച്ചിട്ട് അമ്മമാരുടെ മുടി വലിച്ചു വലിച്ചെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. Because the child thinks, I almost got that golden thing. Look at this woman, what she has done. ശിശു എന്തായിരിക്കും ചിന്തിക്കുന്നത്? ആ സ്വർണ്ണം കൊണ്ടുള്ളതാക്കിയതായ നാളം ഞാൻ പിടിച്ചെടുക്കാൻ തുടങ്ങിയപ്പോൾ ഈ സ്ത്രീ എന്നോട് എന്താണ് ചെയ്തത്? We are like that little baby, 6 months old baby. കേവലം 6 മാസം പ്രായമുള്ള ശിശുവിനെ തുല്യമാണ് നമ്മൾ അനേകരും. Why I didn't get a good, wonderful job in the Gulf? എനിക്ക് ഗൾഫില് വളരെ വിശേഷിക്കപ്പെട്ട ഒരു ജോലി കിട്ടേണ്ടതായിരുന്നു, എന്തുകൊണ്ട് കിട്ടിയില്ല? Or I couldn't go to America like others. അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ എനിക്ക് എന്തുകൊണ്ട് അമേരിക്കയിൽ നിന്ന് പോകാൻ Why കഴിയില്ല? I couldn't get a government job? എന്തുകൊണ്ട് എനിക്കൊരു സർക്കാർ ഉദ്യോഗം നല്ലതും കിട്ടിയില്ല? Word of God, John chapter 16:24 says that ask anything in my name, that you are not sorrow may be full, your joy may be full. യോഹന്നാൻ 14:21 നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുകൊണ്ടും ഞാൻ നിങ്ങൾക്ക് തരും. Come on, read this. Hitherto have ye asked nothing in my name, ask and ye shall receive, that your joy may be full. ഇന്നുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് സന്തോഷം പൂർണ്ണമാകത്തവണ്ണം നിങ്ങൾക്ക് ലഭിക്കും. God knows if some of your prayers and my prayers answered, it will not be joy will be full, end of your life. Sorrow will be full for you. നിങ്ങളുടെയും എന്റെയും ചില പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നാൽ ആ മറുപടി നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാക്കുകയില്ല, നിങ്ങളുടെ ജീവിതം ദുഃഖസമ്പൂർണ്ണമാക്കുന്ന ദൈവത്തിനറിയാം. God's condition is that whatever God answers prayer, end of our life, that should bring fullness of joy. പ്രാർത്ഥനയോട് ബന്ധത്തിൽ ദൈവത്തിന് ഒരു വ്യവസ്ഥയുണ്ട്. നാം അവന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് എന്തിനെങ്കിലും ഉത്തരം വരുന്നെങ്കിൽ ആ ഉത്തരം നമ്മുടെ സന്തോഷം പൂർണ്ണമാക്കുന്നതായിരിക്കണം, നമ്മളൊരിക്കലും ദുഃഖിപ്പിക്കുന്നതായിരിക്കരുത്. End of our life. നമ്മുടെ ജീവിതത്തിൽ അന്ത്യം കുറിക്കുന്നതായിരിക്കരുത്. Now when you get that America visa and the Persian job, immediately you get joy. അതെ, അമേരിക്കയിലേക്ക് പോകണമെന്നും ഗൾഫിലൊരു ജോലി വേണമെന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചാൽ പെട്ടെന്നത് കിട്ടിയേക്കാം. Immediately you may get a job. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അതിനുള്ള സന്തോഷം കിട്ടിയേക്കാം. But God knows the end will be sorrow. എന്നാൽ അതിന്റെ അന്ത്യം ദുഃഖകരമായിരിക്കുന്ന ദൈവത്തിനറിയാം. I'm not
telling about job in America or Gulf. ഞാൻ അമേരിക്കയിലോ ഗൾഫിലെയോ ജോലിയെ കുറിച്ച് പറയുകയല്ല. Some of your prayers God did not answer. God knows end of your life may become sorrowful. നിങ്ങൾ അനേകരുടെയും പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി ലഭിക്കുന്നതിന് കാരണം അതിന് മറുപടി തന്നാൽ അതിന്റെ അന്ത്യം ദുഃഖകരമായിരിക്കുന്ന ദൈവത്തിന് അറിയാവുന്നതുകൊണ്ടാണ്. When we go to heaven, നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ we'll ask Jesus, why you didn't answer that particular prayer? ഞാൻ കർത്താവേ എന്റെ ആ പ്രത്യേകമായ പ്രാർത്ഥനയ്ക്ക് എന്താണ് മറുപടി തരാതിരുന്ന യേശുവിനോട് ചോദിക്കുമെങ്കിൽ Then the Lord will say, my child, it was only for your good. അപ്പോൾ കർത്താവ് പറയും, ഞാൻ നിന്റെ പ്രാർത്ഥന മറുപടി തരാതിരുന്നത് എന്റെ വൈദ്യരെ നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. I have made you rich with pride, you ran away from me. അതെ, ഞാൻ നിന്റെ പ്രാർത്ഥനകളുടെ നിന്നെ സമ്പന്നനാക്കിയിരുന്നുവെങ്കിൽ നീ എന്നിൽ നിന്ന് ദൂരത്തേക്ക് ഓടി അതൊന്ന് നഷ്ടപ്പെടുമായിരുന്നു. Something else I had done, you left me and gone, and that will be sorrowful. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഞാനങ്ങനെ പലതും നിന്റെ ഇഷ്ടം പോലെ ചെയ്തു വന്നിരുന്നുവെങ്കിൽ നീ എന്നിൽ നിന്ന് ഓടിയാലും നഷ്ടപ്പെട്ടു പോവുകയും അന്ത്യം ദുഃഖപൂർണമായി തീരുമായിരുന്നു. Discouragement should not happen in your life any time. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നൈരാശ്യം വരാതിരുന്നിട്ടുണ്ടോ? If any time you should not get any discouraging thought, then നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നൈരാശ്യം വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ one thing should happen in your life. ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു. God is caring for me. That message, that thought, and that spirit should fill our heart. ദൈവം എനിക്ക് വേണ്ടി കരുതുന്നു എന്നുള്ളതായ ദൂത, ആ ചിന്ത, ആ വെളിപ്പാട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുകയാണ്. Then what will happen? അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കും? The devil will not have any hold in your life. പിശാചിന് നിങ്ങളുടേതായ പിടി നഷ്ടപ്പെട്ടു പോകും. Now you are afraid of death. Death will be afraid of you. ഇപ്പോൾ നിങ്ങൾ പിശാചിനെ ഭയപ്പെടുന്നു. You are afraid of death. Death will be afraid of you. ഇപ്പോൾ Now you are afraid of dying. ഇപ്പോൾ നിങ്ങൾ മരണത്തെ ഭയപ്പെടുന്നു, എന്നാൽ അന്നോ മരണം നിങ്ങളെ ഭയപ്പെടും. Now you are afraid of sickness. Sickness will be afraid of you. ഇപ്പോൾ നിങ്ങൾ രോഗത്തെ ഭയപ്പെടുന്നു, എന്നാൽ അപ്പോഴോ രോഗം നിങ്ങളെ ഭയപ്പെടുവാൻ തുടങ്ങും. He that is in you is greater than he that is in the world. അതിന് കാരണം നിങ്ങളുള്ളവൻ ലോകത്തുള്ളവരെക്കാളും വലിയവനാകുന്നു. My God is caring for me. എന്റെ ദൈവം എനിക്കായി കരുതുന്നു. My God is caring for me. എന്റെ ദൈവം എനിക്ക് വേണ്ടി കരുതുന്നു. എന്നെ കൈവിടുകില്ല അവൻ. ക്രിസ്തുവിന്റെ ആത്മാവ് എന്ന് വെച്ചാൽ അത് സിംഹത്തിന്റെ ഒരു ആത്മാവാകുന്നു. Jesus is called the Lion of Judah. യേശു ക്രിസ്തുവിനെ യഹൂദാഗോത്രത്തിലെ സിംഹം എന്ന് വിളിച്ചിരിക്കുന്നു. Psalm chapter 30 says that the lion, the strongest among beasts, which turneth not away for any. അത് മൃഗങ്ങളിൽ ഏറ്റവും ശക്തിയേറിയ മൃഗമായ ഈ സിംഹം ഒന്നിനും വഴിമാറാത്തതാകുന്നുവെന്ന് അത് സഭാപ്രസംഗം പറഞ്ഞിരിക്കുന്നു. സംശയവാക്യങ്ങൾ എഴുതിയിരിക്കുന്നു.
ശക്തിയേറിയത് ഒന്നിനും വഴിമാറാത്തതുമായ സിംഹവും. A lion which is strongest among beasts and turneth not away for any. Oh, that lion spirit is in you and in me. നിങ്ങളിൽ എന്നിലും സിംഹത്തിന്റെ ആത്മാവാണുള്ളത്. Oh, lion, the strongest beast among all the beasts which turneth not away for any. വന്യമൃഗങ്ങൾ ഏറ്റവും ശക്തിയേറിയ മൃഗമായ സിംഹം ഒന്നിനും വഴിമാറുന്ന മൃഗമല്ല. And the devil, my Jesus is caring for me. Get out. പിശാചിനോട് ഇങ്ങനെ പറയുക, എന്റെ യേശു എനിക്ക് വേണ്ടി കരുതുന്നു, നീ എന്നെ വിട്ട് ഓടിപ്പോ. My Jesus is caring for me. എന്റെ യേശു എനിക്ക് വേണ്ടി കരുതുന്നു. My Jesus is caring for me. യേശു എനിക്ക് വേണ്ടി കരുതുന്നു. Jesus is caring for me. യേശു എനിക്കായി കരുതുന്നു. He can be for us. Who can be against us? He can't be for us. Who can be against us? ദൈവം എനിക്കരുവിലാണെങ്കിൽ എനിക്ക് പ്രതികൂലമാണ്. Paul was dying. Pastor Paul മരിക്കുന്നതായ സമയത്ത് he had some wound here or on the shoulder. തന്റെ പുറത്തും തന്റെ ചുമലത്തെയും ചില വ്രണങ്ങൾ ഉണ്ടായിരുന്നു. Old CSI believer member came and told him. CSIയിലെ ഒരു പഴയ ഒരു അംഗം കടന്നുവന്ന് തന്നോട് ഇങ്ങനെ പറഞ്ഞു, look at Paul, what he was saying. Oh, Paul, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയൊന്ന് നോക്കുക. Look at the wound and the pus coming and the pain. നിങ്ങളുടെ ശരീരത്തിൽ മുറിവുകളുണ്ട്, മുറിവിൽ നിന്ന് പഴുപ്പൊക്കെ ഇങ്ങനെ വെളിയിൽ വരികയല്ലേ. You left our old church and started this, that's why all this. നിങ്ങളാ നമ്മുടെ പഴയ സഭ വിട്ടിട്ട് വന്ന ഈ ഒരു പുതിയ സഭ തുടങ്ങി, അതാണ് ഇങ്ങനെ എല്ലാം വന്ന് ഭവിച്ചത്. Pastor Paul smiled. തന്നെ നോക്കി Pastor Paul പുഞ്ചിരിച്ചു. Pastor Paul told, you have only looked here, you didn't look here. Pastor Paul പറഞ്ഞു, അതേ വൃണമുള്ളതിന്റെ പുറവും ചുമലുമല്ല നിങ്ങൾ കണ്ടുള്ളൂ, നിങ്ങൾ എന്റെ ഹൃദയം ഒന്ന് നോക്കുക. There is a lion roaring inside. Hallelujah. Hallelujah. There is a lion roaring inside. അതെന്റെ ഉള്ളിൽ സിംഹം ഗർജിക്കുന്നുണ്ട്. Lion, that roaring lion. ആ സിംഹം ഗർജിക്കുന്ന സിംഹമാണ്. Jesus is the lion of Judah. യേശു ഗോത്രത്തിലെ സിംഹമത്രേ. Some people falsely, wrongly imagine devil is a lion. No. ചില ആളുകൾക്ക് ഇങ്ങനെ തെറ്റിദ്ധാരണയുണ്ട്, പിശാചാണ് തളർന്ന സിംഹമെന്ന്. Bible says like that. No, Bible doesn't say like that. ഒരു വേദപുസ്തകത്തിലും പിശാചാണെന്ന സിംഹമാണെന്ന് എഴുതപ്പെട്ടിട്ടേ ഇല്ല. Peter chapter 5 only he says the devil is roaring like a lion. അധ്യാപക്ഷായത്തിൽ എഴുതിയിരിക്കുന്നത് അതിരുന്ന സിംഹം എന്ന പോലെ എന്നാണ്. If your child is roaring like a dog, will you call your child a dog? നിങ്ങളുടെ കുട്ടി പട്ടി കുരയ്ക്കുന്ന പോലെ കുരച്ചാൽ നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ പട്ടിയെന്ന് വിളിക്കുമോ? One man of God says devil is a dog, mouse with a microphone. പിശാച് ഒരു മൈക്രോഫോൺ പോലെ മാത്രമേ ഉള്ളൂ. Devil is a mouse, എലി ചുണ്ടലി. പിശാച് കേവലം ഒരു ചുണ്ടലി പോലെ മാത്രമാണെന്ന് വിശുദ്ധനിക്ക് പറയുന്നത്. A mouse with a microphone. ഒരു മൈക്രോഫോണുള്ളതായ ഒരു ചുണ്ടലി മാത്രമാണ്. The devil cannot do anything. Bible doesn't say devil is a lion. പിശാച് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. പിശാച് ഭ്രഷ്ട് പറയുന്നതിനാണെന്ന് വേദപുസ്തകം പറയുന്നു. Jesus is the Almighty God. യേശുവേ സർവശക്തനായ ദൈവമാണ്. He is the conqueror. അവൻ ദയാളിയാകുന്നു. We must say, അതെ സന്തോഷപ്രകാരം നമുക്ക് പറയാം, separate me from the love of Christ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർക്ക് വേർതിരിക്കുവാൻ കഴിയും? Tribulation or distress or persecution or peril or famine, കഷ്ടതയോ പട്ടിണിയോ നഷ്ടമോ ആപത്തോ ആളോ, nothing can
അവസരത്തിൽ നിന്ന് നമുക്കൊരു സദ്വർത്തമാനമുണ്ട്. The Spirit of God is called the Spirit of encouragement. ദൈവത്തിന്റെ ആത്മാവിനെ ധൈര്യത്തിന്റെ ആത്മാവ് എന്ന് വിളിച്ചിരിക്കുന്നു. Holy Spirit is called the Spirit of encouragement. പരിശുദ്ധാത്മാവിനെ ധൈര്യത്തിന്റെ ആത്മാവ് എന്ന് വിളിച്ചിരിക്കുന്നു. That is why when we receive the Holy Spirit, അതുകൊണ്ടാണ് നാം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ a great courage comes in us. നമ്മളിലേക്ക് ഒരു വലിയ ധൈര്യം കടന്നു വരികയായി. Look at Peter, he was such a timid man. പത്രോസിനെ നോക്കുക, അവൻ എത്രയോ ഭീരുവായിരുന്നു. How many times he denied the Lord? അവൻ എത്ര പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറഞ്ഞു. After repenting again, he had forsaken Jesus. അവൻ മാനസാന്തരപ്പെട്ട ശേഷം പിന്നെ യേശുവിനെ ഉപേക്ഷിച്ചിട്ടുണ്ട്. Oh, he was cursing and swearing. അവൻ പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി എന്നതായിരിക്കുന്നു. You know, can you imagine somebody coming in the first line with a sword in the hand? ഇവിടെ ഒന്നാം നിൽക്കുന്ന ഒരു വ്യക്തി ഒരു കയ്യിൽ ഒരു വാളുമായിട്ട് വരുന്നതാണെന്ന് അനുമാനിക്കാമോ? All his discouraging things left him. അവൻ സകല അത്രയും അവനെ വിട്ട് ഓടിപ്പോയി. He was discouraging even Jesus. അവൻ യേശുക്രിസ്തുവിനെ പോലും അധൈര്യപ്പെടുത്തുവാനായി ശ്രമിച്ചവനാണ്. It should not have happened to you eventually. കർത്താവിനോട് അവൻ പറയുകയാണ്, കർത്താവേ, ഈ പറയപ്പെട്ടതായ നഗ്നതയും ഉപദ്രവമൊന്നും അങ്ങേക്ക് ഭവിക്കരുതേ. You should not suffer like that. ഇങ്ങനെ ഒന്നും അങ്ങനെ കഷ്ടപ്പെടുവാൻ ഇടയാകരുതേ. But when the spirit of encouragement came, എന്നാൽ ധൈര്യത്തിന്റെ ആത്മാവിലേക്ക് വന്നപ്പോൾ he became a brand new man. അവൻ ഒരു പുതിയ മനുഷ്യനായി. That is why we encourage people to get filled in the Holy Spirit. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൽ നിറയണമെന്ന് നിങ്ങൾ അനേകരെ പ്രോത്സാഹിപ്പിക്കുന്നത്. It is the spirit of encouragement. പരിശുദ്ധാത്മാവ് ധൈര്യത്തിന്റെ ആത്മാവാണ്. Oh, it is the spirit of courage and boldness. അത് ധൈര്യത്തിന്റെയും ആ ശക്തിയുടെയും ആത്മാവാകുമ്പോൾ God has not given us the spirit of fear, but of love and power and of a sound mind. ദൈവം നമുക്ക് ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, സുബോധത്തിന്റെയും സ്നേഹത്തിന്റെയും ശക്തിയുടെയും ധൈര്യത്തിന്റെ ആത്മാവിനൊക്കെ നൽകുന്നത്. You receive the Holy Spirit with the evidence of speaking in tongues. Raise your hands and shout hallelujah. അന്യഭാഷാഭാഷണത്തോടുകൂടെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുള്ളവരും കരങ്ങളിൽ ഓർത്ത് ഹല്ലേലൂയ പറയാം. All over the world, people are receiving the Holy Spirit. മുഴുവലോകത്തിലും ജനങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. African country, most of the people are Pentecostal people, including Daniel Moore, the president. He received the Holy Spirit. He goes to Pentecostal church. അമേരിക്കയിലുള്ളതായി ആഫ്രിക്കയിൽ കെനിയയിലുള്ളതായി ജനങ്ങൾ ഭൂരിപക്ഷവും പെന്തക്കോസ്തുകാരാണ്. അവിടുത്തെ പ്രസിഡന്റായി ദാനിയേൽ വ്യക്തിയും അതായത് പെന്തക്കോസ്തുകാരനാണ്. ആരാധനയ്ക്ക് പോകുന്ന വ്യക്തിയുമാണ്. He has received the Holy Spirit. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ട്. All over the world, the Pentecostal is going away. അതേ ലോകത്തിലും പെന്തക്കോസ്തുഭക്തി പടർന്നു പിടിച്ചുകൊണ്ടേയിരിക്കും. You cannot stop this fire of God which has come from heaven. അതേ പരിശുദ്ധാത്മാവിനെ സ്വർഗ്ഗത്തിൽ ഇറങ്ങുന്നതാകിയാൽ അതിന് ആർക്കും നിർത്തുവാനും കെടുത്തുവാനും You are സാധ്യമല്ല. trying to stop it, your hands will be burned. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ തടയാൻ ശ്രമിച്ചാൽ തടയുന്ന കരങ്ങൾ വെന്തുപോകും. Wait upon God and receive the spirit of encouragement. അതിനാൽ കാത്തിരുന്ന് ഈ ധൈര്യത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചുകൊള്ളുക. So when we receive the spirit of encouragement, നാം ധൈര്യത്തിന്റെ ആത്മാവിനെ പ്രാപിക്കുമ്പോൾ we will have a new ministry of encouragement. നമുക്ക് ധൈര്യത്തിന് ഒരു പുതിയ ശുശ്രൂഷ ലഭ്യമാകും. Your discouragement will go, not only that. നിങ്ങളെ അധൈര്യം പൊയ്പോകുമെന്ന് മാത്രമല്ല, You get a new ministry നിങ്ങൾക്ക് പുതിയ ശുശ്രൂഷ ലഭിക്കും. to encourage others. മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷ. The last ministry of Moses was ministry of encouragement. മോശ ചെയ്ത ശുശ്രൂഷയുടെ അവസാന ശുശ്രൂഷ എന്തായിരുന്നു വെച്ചാൽ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്ന ശുശ്രൂഷയായിരുന്നു. God told Moses, go and encourage Joshua, that we read in chapter 3 of Deuteronomy. അതെ, ആവർത്തന പുസ്തകം 3-ാം അധ്യായം നാം വായിക്കുമ്പോൾ നാം ഇങ്ങനെ കാണുന്നു, മോശയുടെ ഹോല കൽപ്പിച്ചു, നീ ചെന്ന് യോശുവയെ ധൈര്യപ്പെടുത്തുക. And that was his last ministry, to encourage Joshua. യോശുവയെ ധൈര്യപ്പെടുത്തി എന്നതാണ് മോശ ചെയ്ത അവസാന ശുശ്രൂഷ. The last ministry of Jesus was the ministry of encouragement. യേശുയുടെ അവസാന ശുശ്രൂഷ എന്തായിരുന്നു വെച്ചാൽ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുന്ന ശുശ്രൂഷയായിരുന്നു. Ministry of encouragement. ധൈര്യത്തിന്റെ ശുശ്രൂഷ. He told the penitent thief, today you will be with me in paradise. അത്
ആ തന്നോടുകൂടെ ക്രൂശിക്കപ്പെട്ടതായ ആ കള്ളനോട് യേശു പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പറഞ്ഞു ചെയ്തിരിക്കും. What an encouragement that penitent thief got that day. അത് ആ കള്ളന് അന്നേ ദിവസം ലഭിച്ചതായ ധൈര്യത്തിന് വിശേഷിക്കപ്പെട്ട ശുശ്രൂഷയെ കാണുക. Look at the last ministry of Paul in the Bible. പുസ്തകത്തിൽ പൗലോസ് ചെയ്തതായ അന്ത്യ ശുശ്രൂഷയെ നിങ്ങൾ ശ്രദ്ധിക്കുക. What an encouragement that we find in 2 Timothy and Philippians, the prison letters, prison epistles. തിമോഥെയോസിന്റെ ആ ലേഖനം, ഫിലിപ്പിയ ലേഖനം, അതിയായ കാരാഗ്രഹ ലേഖനത്തിൽ എത്ര ധൈര്യത്തിന്റെ വാക്കുകൾ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നെന്ന് കാണുക. You have come with problems. നിങ്ങൾ ഇന്ന് നാനാ പ്രശ്നങ്ങളാൽ വന്നിരിക്കാം. You don't need to pray to get answer to all your problems. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം ലഭിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതില്ല. Oh, I want the healing. എനിക്ക് സൗഖ്യമാകും. I want the money situation problem to be. എന്റെ സാമ്പത്തിക പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകണം. My daughter's marriage. എന്റെ മകളുടെ വിവാഹം നടക്കണം. My son's job. എന്റെ മകന് ഉദ്യോഗം ലഭിക്കണം. My health problem. എന്റെ ആരോഗ്യ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം. You are not called to worry about all these things. നിങ്ങൾ ഈ വക കാര്യങ്ങൾക്കായി വ്യാകുലപ്പെടുവാൻ വിളിക്കപ്പെട്ടിരിക്കുകയല്ല. God wants to put in your spirit to say, my God is caring for me. ഇന്ന് നിങ്ങളുടെ ആത്മാവിൽ ദൈവം തരാനാഗ്രഹിക്കുന്ന ദൂരെന്താന്ന് ചോദിച്ചാൽ, എന്റെ ദൈവം എനിക്കായി കരുതുന്നവരാണ് എന്നുള്ളതത്രേ. Cast him all your care upon him, for he cares for you. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ സകല ചിന്താവും അവനെ വിട്ടുകൊള്ളുക. You have a loving, gracious God. നിങ്ങൾക്ക് സ്നേഹവാനായ കൃപാലുവായൊരു ദൈവമുണ്ട്. Your problem is not great, your God is great. നിങ്ങളുടെ പ്രശ്നമല്ല വലുത്, നിങ്ങളുടെ പ്രശ്നത്തിനാൽ വലിയവനായ ദൈവമുണ്ട്. Leave your burdens and problems in the hands of God. നിങ്ങളുടെ ഭാരങ്ങൾ അവരുടെ ഇടുക, നിങ്ങളുടെ പ്രശ്നം അവരുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. Rejoice in God. ദൈവത്തെ സന്തോഷിക്കുക. You have a great, big, wonderful God. നിങ്ങൾക്ക് വലിയവനായ വിശ്വസിക്കപ്പെട്ടൊരു ദൈവമുണ്ട്. A Chinese missionary was traveling in the train. ഒരു ചൈനീസ് മിഷണറി ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. Thieves have taken away everything out of him. ഒരു മോഷ്ടാവ് അവരുടെ കയ്യിലുണ്ടായ എല്ലാം മോഷ്ടിച്ചുകൊണ്ടുപോയി. He well used Bible that was stolen. അവൻ ഏറെക്കാലമായി ഉപയോഗിച്ചിരുന്ന ബൈബിൾ പോലെ മോഷ്ടിക്കപ്പെട്ടു. And all the notes he has written about the messages he preached and preaching, and that notebook is gone. പ്രസംഗ കുറിപ്പുകൾ അവർ എഴുതി വെച്ചിരുന്നു. ആ നോട്ട്ബുക്കും മോഷ്ടാവ് കൊണ്ടുപോയി കളഞ്ഞു. And the song book, over the years collected all the beautiful songs, that book also lost. പക്ഷങ്ങളായ അവർ പാടിയിരുന്നതും ചിരിച്ചിരുന്നതുമായ പാട്ടുകൾ എഴുതുന്നതായ പാട്ടുപുസ്തകങ്ങളും മോഷ്ടാവ് കൊണ്ടുപോയി And കളഞ്ഞു. the address book with all his friends' addresses, that also was lost. അവന്റെ സ്നേഹിതരുടെ ദേവിലാസൊക്കെയും എഴുതി വെച്ചിരുന്ന ആ അഡ്രസ് ബുക്കും അതും മോഷ്ടാവ് കൊണ്ടുപോയി. He was discouraged. താൻ വളരെ നിരാശയുള്ളവനാണ്. So Lord, why this happened? താൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ നീ എന്തിനിത് ഇങ്ങനെ അനുവദിച്ചു? I am a servant of God. ഞാൻ നിന്റെ ഒരു ശുശ്രൂഷകനല്ലേ? Why did you allow all these things to happen? Everything I know. അതെ, ഇങ്ങനെ സംഭവിക്കാൻ നീ എന്തിനനുവദിച്ചിരിക്കുക? എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. Then God spoke to him. അപ്പോൾ ദൈവം അവനോട് ഇങ്ങനെ സംസാരിച്ചു. My son, you lost the Bible, but you did not lose the author of the Bible. എന്റെ മകനെ, നിനക്ക് വേദപുസ്തകം നഷ്ടപ്പെട്ടുള്ളൂ, വേദപുസ്തകം എഴുതിയ എന്നെ നിനക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. My son, you lost that song book. That is true. എന്റെ മകനെ, നിന്റെ പാട്ടുപുസ്തകം നിനക്ക് നഷ്ടമായി, അത് സത്യമാണ്. But the song I put in your heart, you didn't lose. എന്നാൽ നിന്റെ ഹൃദയത്തിൽ ഞാൻ തന്നിരിക്കുന്ന സംഗീതം അത് നിനക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. Yes, you lost the notes for the Bible notes for messages. അതെ, നിന്റെ പ്രസംഗ കുറിപ്പുകൾ, ദൂത സഹായമായ കുറിപ്പുകൾ നിനക്ക് നഷ്ടമായി. The messages that I put in your heart, you didn't lose. എന്നാൽ നിന്റെ ഹൃദയത്തിൽ ഞാൻ തന്നിരിക്കുന്ന ദൂത അത് നിനക്ക് നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. You lost all the addresses of all your friends. നിന്റെ എല്ലാ സ്നേഹിതരുടെയും ആ വേദനാസ്ത്രം നിനക്ക് നഷ്ടപ്പെട്ടു പോയി. But when I went to Calvary, my son, എന്നാൽ എന്റെ മകനെ, ഞാൻ കാൽവരിയിലേക്ക് പോയപ്പോൾ you only lost the addresses of your friends. ഞാൻ പറയട്ടെ, നിനക്ക് നിന്റെ സ്നേഹിതരുടെ മേൽവിലാസമേ നഷ്ടപ്പെട്ടുള്ളൂ. I lost all my friends when I went to Calvary. എന്നാൽ ഞാൻ കാൽവരിയിലേക്ക് വരുന്ന എല്ലാ സ്നേഹിതരെയും എനിക്ക് നഷ്ടപ്പെട്ടു പോയി. With joy I went to Calvary. എന്നാൽ ഞാൻ കാൽവരിയിലേക്ക് സന്തോഷത്തോടുകൂടെ പോയല്ലോ. The missionaries started jumping and dancing and rejoicing in the Lord. ഈ വാക്കുകൾ കേട്ടപ്പോൾ മിഷണറി സന്തോഷത്താൽ നൃത്തം ചെയ്യുവാൻ തുടങ്ങി. Hallelujah!
nothing. തന്റെ ഏകജാതനായ പുത്രനെ പോലും അത്ഭുതമായ ദൈവം നിനക്കൊരു പരിപാടി നടത്തില്ല എന്ന് പറയും. അവൻ നിനക്ക് വേണ്ടി എല്ലാം തരാതിരിക്കുമോ? Tell the devil, I don't need anything. I need only Jesus. ഇന്ന് നീ വിശ്വാസിനോട് ഇങ്ങനെ പറയുക, എനിക്ക് ലോകത്തിലെ ഒന്നും വേണ്ട, എനിക്ക് എന്റെ യേശുവിനെ മതി. You may lose everything, but you will not be losing Jesus. നിങ്ങൾക്ക് ലോകത്തിൽ എല്ലാം നഷ്ടപ്പെട്ടേക്ക്, എന്നാൽ യേശുവിനെ നഷ്ടപ്പെടുകയില്ല. He has promised, I will not leave you, nor forsake you. ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ല എന്ന് അവൻ നിന്നോട് വാഗ്ദത്തം ചെയ്യുന്നു. Oh, we have a caring God. നമുക്ക് കഴിയുന്നവരായ ദൈവമുണ്ട്. Spirit of discouragement can come upon us. അധൈര്യത്തിന്റെ ആത്മാവാണ് നമ്മുടെ മേൽ വരേണ്ടത്. No devil can anymore put doubt in our heart. ഇനി മേലെ ഒരു സംശയവും വിശ്വാസിന് ഹൃദയത്തിൽ ചെയ്യുവാൻ സാധ്യമല്ല. Like